ഈ മീനുകൾ എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ മീനുകളാണ്. നമ്മൾ വലിയ വലിയ ലക്ഷറി മീനുകൾ വരെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സംഭവം എല്ലാം ഒന്നാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലവും ആംബിയൻസും മാത്രമേ മാറ്റുള്ളൂ. നിലമ്പൂരാണ്. നല്ലൊരു ഉച്ചയൂണ് കഴിക്കാൻ വന്നതാണ്. വേറെ എവിടേക്കും പോകണ വഴിയൊന്നുമല്ല. നമ്മുടെ ഒരു സുഹൃത്ത് കുറേ കാലമായിട്ട് എന്നോട് പറഞ്ഞാണ് ഇവിടെ നല്ലൊരു ഉച്ചയൂണ് കിട്ടുമ്പോഴതാണ് സജയൻ. നിലമ്പൂരല്ല, നിലമ്പൂർ എടക്കരയാണ്, മുസ്ലിയാരങ്ങാടി. ഇവിടെ ഇവരൊക്കെ സ്ഥിരം പോണ ലഞ്ച് സ്പോട്ട് ഉണ്ട്. ചോറും മീനും അടിപൊളിയാണ്, ചെറിയ റേറ്റിന് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ കാലമായിട്ട് ഒരു വർഷമായിട്ട് വിളിക്കാറില്ല. മെസ്സേജ് അയച്ച് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ പിന്നീട് എപ്പോഴും ഓർമ്മ വന്നപ്പോൾ വന്നതാണ്. അപ്പോൾ നമ്മുടെ അമൃത ഹോട്ടൽ നിങ്ങളുടെയൊക്കെ സ്ഥിരം സ്പോട്ടാണ്. ആള് നമ്മുടെ 108 ആംബുലൻസിലെ ഡ്രൈവറാണ് കേട്ടോ. അപ്പോൾ ആംബുലൻസിൽ 108 എന്നല്ല, എല്ലാ ആംബുലൻസിലെ ഡ്രൈവർമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ഓക്കെ വാ. അപ്പോൾ നമ്മളങ്ങനെ കിച്ചണിൽ കയറിയിട്ടോ. നമ്മളെ പതിവ് അതാണല്ലോ. അപ്പോൾ കിച്ചണിൽ മീൻ മറക്കുന്ന തിരക്കാണ്. ചേച്ചിയും സുനിലേട്ടനുമാണ് ഇതിൻ്റെ സാരഥികൾ എന്ന് പറയാം. ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഫീൽഡിൽ പരിചയമുണ്ട്. ഇവിടെ ആയിട്ട് ഇപ്പോൾ എത്ര ആയിട്ടുള്ളൂ? 3 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ അതായത് മുസ്ലിയാരങ്ങാടിയാണ് സ്ഥലം പറഞ്ഞത്. മുസ്ലിയാരങ്ങാടി അല്ലേ? എടക്കര എത്തുന്നതിന് തൊട്ട് മുന്നേ, അതായത് ഇപ്പോൾ നമ്മൾ ഊട്ടിക്കോ പോകുമ്പോൾ നിലമ്പൂർ കഴിഞ്ഞ് എടക്കര എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ മുസ്ലിയാരങ്ങാടി പറഞ്ഞത്. ഇവിടെ നല്ല ലഞ്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. രാവിലെ 7 മണിക്ക് തുടങ്ങും അല്ലേ? 7 മണിക്ക് മുതൽ 7-7:30 ആകുമ്പോൾ നല്ല പൊറോട്ടയും ബീഫും കിട്ടും പറഞ്ഞു. അതും ഒരു ഹൈലൈറ്റാണ്. പിന്നെ അവരുടെ പ്രത്യേകത 40 രൂപയ്ക്ക് അത്ര ഊണ് കൊടുക്കുന്നത്. 40 രൂപയുടെ ചെറിയ ഊണുകൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ 40 രൂപയ്ക്ക് ഒരുപാട് സൈഡുകളും മോരും പായസവും രസവും എല്ലാം ആയിട്ടില്ലേ? മീൻകറി, സാമ്പാർ എല്ലാം ഉണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് മുതലാവുന്നുണ്ടോ? അപ്പോൾ പണ്ടും ഈ റേറ്റ് തന്നെ ആയിരുന്നു. അത് എനിക്ക് നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ സജയൻ പറഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഞാൻ സജയനോട് ചോദിച്ചതാണ്, ആ കട ഇപ്പോഴും ഉണ്ടോ? അതായത് 40 രൂപക്കാണ് ഊണ് കൊടുത്തിരുന്നത്. ആ കട ഇപ്പോഴും ഉണ്ടോ? 40 രൂപ തന്നെയാണ് ഊണിന് വില എന്ന് വെച്ചാൽ. അപ്പോൾ അത് തന്നെയാണ്. അതാണ് എനിക്ക് അത്ഭുതം. കൊറോണ മുന്നേ വില തന്നെയായിരുന്നു. കൊറോണ ആയിട്ട് പ്രതിസന്ധി ആയപ്പോഴും വില കൂട്ടിയില്ല. ഓക്കെ, എന്തായാലും ചേച്ചി ചേട്ടന് മാത്രമല്ല, കുറേ സഹായിക്കാൻ കുറേ ആളുകളുണ്ട്. പിന്നെ മീനിനും ചെറിയ വിലയുള്ളൂ. ഇപ്പം അന്ന് വലിയ മാന്ത, വലിയ എന്ന് പറയണ്ട, അത്യാവശ്യം വലുതെന്ന് പറയാം, 30 രൂപയുള്ളൂ അല്ലേ? പിന്നെ നമ്മുടെ കേര കിളിമീൻ, പുതിയപ്ലക്കോരയുണ്ട്. എല്ലാവരും 30 രൂപയാണോ? ഇത് നമ്മളെ സുനിലേട്ടൻ കേട്ടോ. സുനിലേട്ടൻ അവിടെ തിരക്കിലായിരുന്നു. സുനിലേട്ടാ നമസ്കാരം. സുനിലേട്ടനാണ്. സുനിലേട്ടൻ അവിടെ ഫ്രണ്ടിൽ തിരക്കില്ല. ഫ്രണ്ടിൽ വേറെ ആരും ഇല്ല അല്ലേ? മോനുണ്ടായിരുന്നു, അവനിപ്പോ പഠിക്കാൻ പോയതുകൊണ്ട്. ഓക്കെ. ഇത് ആരെ കുക്കിംഗ് ഒക്കെ നിങ്ങൾ തന്നെയാണോ? ആണല്ലേ? കുറച്ച് സഹായത്തിന് കുറച്ച് ആളുകളുണ്ട്. ഓക്കെ. ഇത് കട ഇങ്ങനെയൊന്നല്ലായിരുന്നു കേട്ടോ. ചെറിയൊരു കടയായിരുന്നു. എനിക്ക് സുഹൃത്ത് പരിചയപ്പെടുത്തി തരുമ്പോൾ ഈ ഒരു ഗ്യാപ്പിന്, 1 വർഷത്തെ ഗ്യാപ്പിനിടയ്ക്ക് കട ഒന്ന് വലുതാക്കിയാണ് അല്ലേ? വലുതാക്കിയൊക്കെ നല്ല കാര്യം. നമുക്ക് ചെറിയ കടയാണ് എപ്പോഴും താല്പര്യമെങ്കിലും ആ ചെറിയ കട തന്നെയാണ് ഒന്ന് സൗകര്യം കൂട്ടിയെന്നുള്ളൂ. അതായത് ഇരിക്കാനുള്ള സൗകര്യം മാത്രം കൂട്ടി. കിച്ചണിലും കാര്യങ്ങളിലൊക്കെ അതേപോലെ തന്നെയാണ്. ഇവിടെ തന്നെ ആയിരുന്നില്ല അന്നും? ഓക്കെ. അപ്പോൾ എന്തായാലും ചേട്ടൻ തിരക്കാണ്. അപ്പോൾ ചേച്ചി ഇവിടെ മീൻ നിറക്കുന്ന തിരക്കിലാണ്. ഇന്ന് കിളിമീനും മറ്റേ കിളിമീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയാപ്ലക്കോര. പിന്നെ ഏതായിരുന്നു? അയില മീനുണ്ട്. എല്ലാത്തിനും 30 രൂപയാണോ? മീനിന് വില കൂടി ഇപ്പോൾ കുറച്ച് മുന്നേ, അതായത് ട്രോളിംഗ് നിരോധനം വന്നാൽ മതി. അപ്പോഴും ഈ വിലക്ക് എന്നെ കൂട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പം മീനൊക്കെ ലഭ്യമായി തുടങ്ങി. ഒരുപാട് മീനിനൊക്കെ അതിനൊക്കെ 100-ന്റെ താഴെ ആവില്ല. 200-ന്റെ താഴെയായി വില. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവർ നല്ല തിരക്കിലാണ്. ഊണിൻ്റെ കൂടെ പായസം ഉണ്ട്. പിന്നെ 2 തരം പായസം കണ്ടിട്ട് ഇവിടെ. അപ്പോൾ എന്താ വെച്ചപ്പോൾ പറഞ്ഞു സദ്യ ഒരു ഓർഡർ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? സദ്യ. അപ്പോൾ അതിനുള്ള പായസമാണ് ശർക്കര പ്രഥമൻ, അടപ്രഥമൻ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നോർമലി ഇവിടെ പായസം ഉണ്ട്. അതെന്ത് പായസമാണെന്ന്? അരിപ്പായസം അല്ലേ? ഓക്കെ. അപ്പോൾ ഇവർ തിരക്കിലാണ്. അപ്പോൾ ഇവരുടെ തിരക്കോട് കൂടിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വാഴയിലുള്ള നല്ല സദ്യ തന്നെ പറയാം. 40 രൂപയുടെ സദ്യ. പായസം എല്ലാം അടക്കമുള്ള. പക്ഷെ സദ്യയിൽ എങ്ങനെ മീൻ വരാന്ന് വെക്കരുത്, അതൊക്കെ ഉണ്ട്. ബീഫ് ഉണ്ട്. ബീഫിന് എത്ര? 50 രൂപ. അതുപോലെ ബോട്ടി 40 രൂപ. എല്ലാം ചെറിയ റേറ്റാണ്. അതാണ് കട വലുതാക്കിയപ്പോഴും വില കൂട്ടിയിട്ടില്ല. കട നല്ലൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് പോലെ സെറ്റപ്പായി വന്നിട്ടുണ്ട് ഇപ്പോൾ, പക്ഷേ വില കൂട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. കിച്ചണിലെ മനോഹര കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ കഴിക്കായിരുന്നുണ്ടോ. അപ്പോൾ വാഴയിലാണ് ഊണ്. വാഴയിലയിൽ ചോറ് വിളമ്പി, പിന്നെ സൈഡുകളായിട്ട് അവിയലുണ്ട്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ ഒരു പുളിയിഞ്ചി ഉണ്ട്, പിന്നെ ഒരു ഉപ്പേരി ഉണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തി. ഇത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുന്നുണ്ട്. അടിപൊളിയായിരിക്കും. പിന്നെ നോർമലി പപ്പടം ഉണ്ട്, പിന്നെ മോര് കറി ഉണ്ട് കേട്ടോ. മോരല്ല, അതിന് വേറെ മോര് കറിയും അതുപോലെ രസവും ടേബിളിൽ വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ പായസം ഉണ്ട്. പായസം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ വരും 40 രൂപയുടെ ഊണ് വരുന്ന കേട്ടോ. പിന്നെ സാമ്പാറുണ്ട്, മീൻ കറി ഉണ്ട്. പിന്നെ നമ്മൾ അഡീഷണൽ പറഞ്ഞത്
ബോട്ടി പറഞ്ഞിട്ടുണ്ട്, ബീഫും പറഞ്ഞിട്ടുണ്ട്, പിന്നെ മീനുകളും പറഞ്ഞിട്ടുണ്ട്. മീനുകൾ എന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം എല്ലാ മീനിനും 30 രൂപയാണ്. അയിലയുണ്ട്, പിന്നെ കിളിമീനുണ്ട്, വലിയ മാന്തയുണ്ട്, പിന്നെ കേരയുടെ ഒരു പീസുണ്ട്, പിന്നെ 2 മത്തിക്ക് 30 രൂപ. 30 രൂപയുടെ മീനും 40 രൂപയുടെ ഊണും. എന്തായാലും വേറെ എന്ത് വേണം? അതായത് ഇങ്ങനെ ചെറിയ വിലക്ക് കിട്ടുന്നിടത്ത് പോയാലാണ് നമുക്ക് ഒരുപാട് സൈഡുകൾ ഇങ്ങനെ ലാവിഷായിട്ട് വാങ്ങി കഴിക്കാം. അപ്പോൾ ഈ മീനുകൾ എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ മീനുകളാണ്. നമ്മൾ വലിയ വലിയ ലക്ഷറി മീനുകൾ വരെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സംഭവം എല്ലാം ഒന്നാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലവും ആംബിയൻസും മാത്രമേ മാറ്റുള്ളൂ. ചിലയിടത്ത് ഇതേ ആംബിയൻസ് തന്നെ ഇതിലും വില കൂടിയൊക്കെ നമ്മൾ കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അയിലക്ക് 30 രൂപ. ഇതിലും 1 ഇഞ്ച് വ്യത്യാസം വരുന്ന അയിലക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? വീഡിയോ ഉണ്ട്. അപ്പോൾ അതാണ് വ്യത്യാസം. സംഭവം എല്ലാം അതിൽ തന്നെയാണ്. പൊരിക്കുന്നതിൽ അങ്ങോട്ടും കൂടെ വ്യത്യാസം. അത്ര വലിയ മാന്തൽ. ഇതിലും കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവും ചില മാന്തലുകൾ. അതിനും 120-130 ഒക്കെ വാങ്ങുന്നവരുണ്ട്. വാങ്ങട്ടെ, എല്ലാവരും അവരവരുടെ കാര്യത്തിനല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ തീരുമാനിക്കുക. അതിന് ആരെയും തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വേണ്ടിടത്തേക്ക് നമ്മൾ പോവുക, കഴിക്കുക. നമ്മളെ വീഡിയോയിൽ പലതും കാണിക്കുവാന് അത് വില കൂടിയെന്ന് പറഞ്ഞെല്ലാം കാണിക്കണം. പ്രത്യേകിച്ച് പറയുന്നത് എന്താ പറയുക, ഇവര് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. വേറൊരു പുറത്തുനിന്ന് ഒരാളില്ല. അതുകൊണ്ട് പുറത്തു പറഞ്ഞാൽ ഇവര് കാരണം ഇവിടുത്തെ വില കുറവോ കാരണം ഇവിടെ തിരക്കായി സഹായിക്കാൻ കുറെ ആളുകൾ വെച്ചിട്ടുണ്ട്. അതാണ്, അല്ലാണ്ട് വേറെ കുക്കിങ്ങിന് വേറെ ആരുമില്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. വേറൊരാളെ ആശ്രയിച്ച റെസ്റ്റോറൻറ്റ് നടക്കില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. ഇവർ തന്നെ നടക്കണം. നമ്മൾ സജ്ജം കഴിക്കും. നമുക്ക് മറ്റേ എപ്പോൾ വന്നാലും കോൾ വന്നാലും പോകുന്നതാണ് വണ്ടി നിൽക്കുന്നത്. എപ്പോൾ വന്നാലും സൈറൻ ഇറക്കിയിട്ട് പോകും. അതാണ് ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ഉത്തരവാദിത്തം. രാത്രിയും പോകില്ലേ? 24 hour ആണല്ലേ? ഓഫ് ഉണ്ടാവാറ്? അപ്പോൾ വേറെ ആൾ കയറും. ഓക്കെ. കൊറോണ സമയത്തൊക്കെ ഒരുപാട് ഓടിക്കണില്ലേ? ഓക്കെ, അപ്പം തുടങ്ങാം. നമുക്ക് ആദ്യം മീൻകറി കൂട്ടി കഴിക്കാം. സാമ്പാറുണ്ട്, മീൻകറി ഉണ്ട്, മോരുകറി കഴിച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടി കഴിക്കാം. മീൻകറി തേങ്ങ അരച്ച കറിയാണോന്ന് വെച്ചാൽ ലൈറ്റായിട്ട് ഒരു മീൻ, തമിഴ്നാട്ടിൽ പറയുന്ന പോലെ മീൻ കുളമ്പ് കറിയില്ല, അതുപോലത്തെ ഒരു ഗ്രേവിയാണ് തോന്നുന്നത്. തേങ്ങ അരച്ചാൽ ലൈറ്റായിട്ട് അരച്ചിട്ടുള്ളൂ. കഴിച്ചോളാം. മീൻ കൊള്ളാം. നമ്മുടെ നാട്ടിൽ ടേസ്റ്റ് ഒന്നല്ലല്ലോ, വേറെ ടേസ്റ്റ് പോലെ. മീൻകറി ഒരുപാട് പുളിയൊന്നുമില്ല. ഒരുപാട് പുളിയൊന്നുമില്ല, പുളി തന്നെയല്ല കാര്യം. ഇത് വേറെ എന്തോ ടേസ്റ്റ് പോലെ മീൻകറി. സ്പെഷ്യൽ എന്താന്നുള്ള അവരോട് തന്നെ പുളി ഉണ്ട് കേട്ടോ, ഒരു വേറെ തരം പുളി. രസമാണോ ഒഴിച്ചത്? രസം വേറെ നമുക്ക് ഉണ്ട്. ഞാൻ ചുമ്മാ ചോദിച്ചാണ് അങ്ങനത്തെ ടേസ്റ്റ് വരുന്നത്. മോര് കറിയുണ്ട് വേറെ. മോര് കറി കിട്ടില്ല, നല്ല എന്താ പറയുക, നല്ല പുളിയുള്ള മോര് കറി. അടിപൊളി. പുളിക്ക് കുറവുണ്ടെങ്കിൽ ചമ്മന്തി അങ്ങോട്ട് എടുക്കുക. കാന്താരി സ്പെഷ്യൽ കേട്ടോ, അടിപൊളി. സ്പെഷ്യൽ ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞില്ലേ, അടിപൊളി കേട്ടോ. പിന്നെന്താ കൂട്ട് അവിയൽ വന്നിട്ടുണ്ട്. അവിയലും ഒരുപാട് പുളിയൊന്നുമില്ല, ഒരു പാവം പിടിച്ച അവിയൽ അത്രേ പറയാനുള്ളൂ. ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല. ഞാനിവിടെ സൈഡിൽ ഇരുന്നോട്ടെ എന്നുള്ളത് മാത്രമേ പുള്ളി പറയണുള്ളൂ. ജോഗ് ഇവിടുന്ന് ബോട്ടിൽ നിന്നൊക്കെ കഴിക്കാറില്ലേ? ഓ, തീർച്ചയായിട്ടും കഴിക്കാറ്. ഞാൻ കുറച്ച് ബീഫ് ഇടാം. 50 രൂപക്ക് വളരെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ആണ് കേട്ടോ. 50 രൂപക്കുള്ള ക്വാണ്ടിറ്റി തന്നെ ഉള്ളൂ. നമുക്കൊക്കെ ഇപ്പോൾ പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞാൽ 2 പറഞ്ഞു വരും. 50 പറഞ്ഞ പൊറോട്ട ബീഫിന് 50, അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ 2 ബീഫ് പറഞ്ഞാൽ 100 രൂപയുള്ളൂ. അപ്പോൾ അത്യാവശ്യം അധികം ക്വാണ്ടിറ്റി ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ. ബോട്ടി അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. കൂടുതൽ കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ബോട്ടിയുണ്ട്. ബീഫേ നമുക്ക് നാട്ടുമ്പുറത്ത് ചായക്കടയിൽ നിന്ന് പൊറോട്ടയുടെ കൂടെ ചോറിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിനാണ്. വേറെ എങ്ങോട്ടും പോയിട്ടില്ല ആ ടേസ്റ്റ്. കൊള്ളാം. ചെറിയൊരു ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ബീഫിൻ്റെ ആ ടേസ്റ്റ്. അപ്പോൾ സജയൻ ബ്രോ ബോട്ടി അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് കഴിച്ചു നോക്കണമല്ലോ. നമ്മളിതുവരെ വന്നിട്ട് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയാണ്ട് കാര്യമില്ല. ഞാൻ എത്ര ദൂരം വരുന്ന അറിയോ? മലപ്പുറത്തിൻ്റെ അറ്റത്ത് അവിടെ നിന്ന് കുറച്ചുകൂടി കഴിഞ്ഞാലേ ബോട്ടി കഴിച്ചിട്ട് തീരുമാനം പറയാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ബോട്ടി. ബോട്ടി ഫ്രൈ. അതെ, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല ഫ്രൈ ആയിട്ട് അടിപൊളി സാധനം. ബോട്ടി രാവിലെ റെഡി ആവും? രാവിലെ റെഡി. അപ്പോൾ രാവിലെ വരുമ്പോൾ പൊറോട്ടയും ബോട്ടിയും കഴിച്ചു നോക്കാം. ബീഫല്ല, ബോട്ടി. ഒരു 2 പൊറോട്ടയും 2 ബോട്ടിയും കഴിച്ചാൽ ഉഷാറാണ്. രാവിലെ ഊട്ടിയൊക്കെ പോണൊരു ധൈര്യമായിട്ട് കയറിക്കോ. ലൊക്കേഷൻ ലിങ്ക് താഴെ കൊടുക്കുക. അമൃത കൊണ്ട് തന്നെ ഗൂഗിളിലൊക്കെ ഉണ്ട്. ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് വേണ്ടവർക്ക് ഇവിടെ ബിരിയാണി കിട്ടും.
നല്ല അടിപൊളി ബിരിയാണിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. 80 രൂപ വരുന്നത്. ഒരു പീസും ഒരു മുട്ട ഉണ്ടാവും. അപ്പോൾ ഹാഫ് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല അത്ര. ബിരിയാണി അത്യാവശ്യം പേര് കഴിക്കുന്നുണ്ട്. അതുപോലെ പാർസലൊക്കെ പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ ചോറ് വേണ്ടാന്നുള്ളവർക്ക് ടീമായിട്ട് വരുമ്പോൾ ബിരിയാണി വേണമെങ്കിൽ ട്രൈ നോക്കാം. ഞാൻ കഴിച്ചിട്ടില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ മീനുകൾ. ഈ മീനുകൾ കാണുമ്പോൾ ഇതിൽ ഏത് ആദ്യം കഴിക്കുമെന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട മീൻ അയിലുണ്ട്. പക്ഷെ അയിലൊക്കെ അടിപൊളി ആയിട്ടോ. അത് ഒരു തവാ ഫ്രൈ ആണെങ്കിൽ നല്ല എണ്ണയിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മുരിഞ്ഞിരിക്കുന്നുണ്ട്. ഉള്ള അത്ര മുരിയാൻ സാധ്യതയല്ല. സജയ മീൻ എടുക്കുന്നത് ഞാൻ മത്തിയെടുത്തോളാം. ബാക്കിയിട്ടില്ല. അതിന് സമാധാനം. കാരണം കുറെ കാലം ട്രോളിംഗ് ഇരുപതിനോ ഒന്നിനു ശേഷം മത്തി വരെ വീട്ടിൽ കഴിച്ചിട്ടില്ലല്ലേ? നല്ല മത്തിട്ടോ. അടിപൊളിതാട്ടോ, മുരിഞ്ഞതാ. അടിപൊളിയായിട്ടുള്ള സംഭവം. നമുക്ക് അയില കഴിച്ചു നോക്കാം. അതാ അടിപൊളിട്ടാ. അയിലയുടെ മധ്യഭാഗത്ത് നല്ല ഒരു കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ മുള്ളു വിട്ടിട്ടുണ്ടാകും. അത് ഒഴിവാക്കുക. എന്നിട്ട് കഴിക്കാം. നല്ല മീനുള്ളൂ. അപ്പോൾ ഇത് 30 രൂപയൊക്കെ കൊടുത്താൽ മുതലാവില്ലേ? അവർ കാരായിട്ട് അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പോഴും റേറ്റ് ഒരുപാട് സ്ഥലത്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വരെ റേറ്റ് കൂട്ടിയിട്ടൊന്നുമില്ല. അന്നത്തെ അതേ ഐറ്റം സംഭവങ്ങൾ ഇന്നുണ്ട്. അവിടെ പുറമെ കുറച്ച് ഫ്രൈ ആയിട്ടിരിക്കും, കുക്ക് ചെയ്തിരിക്കും. ഫുൾ നല്ല സോഫ്റ്റ്. ഡീപ് ഫ്രൈയുടെ ഗുണം തന്നെ കിട്ടുന്നത്. തവയിലാണ് ചെയ്യുന്നതെങ്കിലും ഡീപ് ഫ്രൈയുടെ ഗുണമാണ് കിട്ടിയത്. അപ്പോൾ അയില കഴിച്ചു, ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് മത്തി ഒന്ന് എടുത്തേക്കാം. നല്ല കണ്ടിട്ട് നല്ല മുഴുത്ത മത്തി അല്ലേ? ആ അയിലക്കണ്ട സംഭവം എന്ന് വെച്ചാൽ മറ്റേ അയില നല്ല ഫ്രഷാണ്. അങ്ങനെ തിരക്ക് വരുമ്പോഴേക്കും ഒരു പൊരിച്ചു വെക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ലൈറ്റായിട്ടൊക്കെ എത്തുമ്പോഴേക്കും ഒരു 3 മണി 4 മണിയൊക്കെ കിട്ടുമോ ചോറ്? തിരക്കിനനുസരിച്ച്. കാരണം തിരക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മണി മുതലും കഴിയും. നല്ല തിരക്കാണ് ഇവിടെ പൊതുവെ. കാരണം ഇപ്പോൾ 12 തുടങ്ങിയതാ. തിരക്ക് വന്നു തുടങ്ങുള്ളൂ. അപ്പോൾ തിരക്കാകുമ്പോഴേക്കും ഒരു പൊരിച്ച് വെക്കും. അപ്പോൾ എന്നാൽ ചൂടുണ്ടാവില്ല. അങ്ങനെ പ്രശ്നമായിരിക്കും. നമുക്ക് നല്ല ചൂടൊക്കെ കിട്ടി. അപ്പോൾ മുരിഞ്ഞ് കിട്ടി. പാർസലിംഗ് ആണ് പറഞ്ഞു പോകുന്നത്. നല്ല പാർസലിംഗ്. മത്തി അടിപൊളിയാണല്ലോ. നല്ല നെയ്യുള്ള മത്തി. ഇങ്ങനെ മാന്തൽ, കിളിമീൻ, കോരയൊക്കെ ഉണ്ട്. കോരയല്ല, എന്തിനു പറഞ്ഞു കോരാന്ന് പറഞ്ഞു. കിളിമീനാണ് കോരാന്ന് പറഞ്ഞത്. അപ്പോൾ മാന്തലുണ്ട്. അത്ര വലിയ മാന്തൽ 30 രൂപ. അപ്പോൾ മാന്തൽ പൊതിനെ നമ്മുടെ സുഹൃത്തിന് ഞാനിവിടെ സ്മരിക്കുന്നു. കാരണം 30 രൂപയാണ്. നമുക്കറിയാം അതിൻ്റെ റേറ്റൊക്കെ. മാന്തൽ മാത്രമേ പ്രശ്നം കിട്ടുള്ളൂ. അത്യാവശ്യം ദശയുള്ള മാന്തളം കേട്ടോ. അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ട് തൃപ്തിയെന്ന് പറയാം. 40 രൂപയുടെ ഊണാണ് ഈ കഴിച്ചെന്ന് ആലോചിക്കുമ്പോൾ. എന്തായാലും ഇവിടുത്തുകാർ അത്യാവശ്യം നല്ല ഭാഗ്യവാന്മാരാന്ന് തന്നെ പറയാം. നല്ല ഊണ് ഡെയിലി കിട്ടും. 40 രൂപ വന്നിട്ട് ക്വാളിറ്റിക്ക് ഒരു കുറവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടാതെ രസമുണ്ട്. രസം നമുക്ക് വേണ്ട എടുത്ത് കഴിക്കാം. ഒരു പാത്രത്തിൽ വെച്ച് തരും. പായസം അങ്ങനെയല്ല. പായസം ഒരു ക്ലാസ്സിൽ ഞാൻ കിച്ചണിൽ ഒരു ഗ്ലാസ് ആദ്യം കുടിച്ചു. അത് വേറെ കാര്യം. എത്ര നേരം പായസം നോക്കി ഇരിക്കാൻ പറ്റും. നല്ല ഗോതമ്പ് പായസം കേട്ടോ. അപ്പോൾ പായസം ഇനി തരുന്നവർ എന്ന് കരുതി പായസത്തിന് അടി ഉണ്ടാക്കരുത് ഇവിടെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഫോളോ ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്തത് കുഴപ്പമില്ല. ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇത് അറിയാത്ത ഇതുവഴി യാത്രക്കാർ ഒരുപാടുണ്ട്. അറിയാത്തവർ ഒരുപാടുണ്ടാവും. ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ നിങ്ങളെ ഈ പരിസരത്തുള്ള സുഹൃത്തുക്കളൊക്കെ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ മറക്കേണ്ട അഭിപ്രായം പുതിയ വീഡിയോ വരുന്നതിലേക്കും ബൈ.